നമസ്കാരം, ഞാൻ കൃഷ്ണ ചെറിയ. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇടുക്കി കാഞ്ചിയാറിലെ ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. വീടിന്റെ തറ കുഴിച്ചുള്ള പരിശോധനയിൽ വിജയന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇരുത്തിയ നിലയിൽ കുഴിച്ചുമൂടിയ നിലയിലാണ് മൃതദേഹം. ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. പ്രതി കാണിച്ചതനുസരിച്ച് ഒരു ബോഡി റിമൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഓൺഗോയിങ് ആണ്. അന്വേഷണത്തിൽ ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്താൻ പറ്റില്ല. കൂടുതൽ പിന്നെ പറയാം. വിജയൻ്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു പ്രതി. അങ്ങനെയാണ് കുറ്റസമ്മതം. അത് പ്രകാരം കാണിച്ചു തന്ന ബോഡി കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു തന്നു. നമ്മളത് റിക്കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പൊസിഷനിലാണ് കിടന്നിട്ടുണ്ടായത്. രാവിലെ നടത്തിയ തെളിവെടുപ്പിനിടെ വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷമാണ് വിജയനെ കൊലപ്പെടുത്തിയതെന്നാണ് മുഖ്യപ്രതി നിതീഷിന്റെ മൊഴി. നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കും. വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇപ്പോൾ ഇന്നത്തെ പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്? നിലവിലെ മൃതദേഹാവശിഷ്ടങ്ങൾ പൂർണ്ണമായും കുഴിക്കുള്ളിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അത് ഫോറൻസിക് വിഭാഗം അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്തു. അത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. പോസ്റ്റ്മോർട്ടം എന്തായാലും ഇവിടെ വെച്ചുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കോട്ടയം മെഡിക്കൽ കോളേജിലാകാനാണ് സാധ്യത. എന്തായാലും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. നിതീഷ് ഈ വീട്ടിൽ തന്നെയുണ്ട്. തെളിവെടുപ്പ് പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല. ഇതിൽ കൃത്യമായും കഴിഞ്ഞ ദിവസങ്ങളിൽ നിതീഷ് പറഞ്ഞിരുന്നത് പോലെ തന്നെ അത് കൃത്യമായിട്ട് മുറിക്കുള്ളിൽ തന്നെ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിന് ഇന്ന് രാവിലെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ കൃത്യമായും ഏതൊക്കെ ഭാഗത്താണ് എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഇതിൽ രാവിലെ തന്നെ വന്ന സമയത്ത് തന്നെ ഈ നിതീഷ് വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കാണിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷമാണ് എവിടെയാണ് കുഴിച്ച് ഇട്ടത്, അതിനുശേഷം കോൺക്രീറ്റ് ചെയ്ത ഏത് ഭാഗത്താണ് എന്നും പോലീസിനെ കാണിച്ചു കൊടുത്തു. അതിനോട് തൊട്ട് ചേർന്നാണ് ഈ പോലീസ് കുഴിയെടുത്ത് പരിശോധന നടത്തിയത്. അപ്പോഴാണ് മൃതദേഹാവശിഷ്ടം കിട്ടിയത്. ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ 3ആയി മടക്കിയ നിലയിലായിരുന്നു മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൊലപ്പെടുത്തിയതിന് ശേഷം പെട്ടിയിലാക്കി കുഴിയിൽ ഇട്ടതായിരിക്കാം എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനവും ഇപ്പോൾ എന്തായാലും എത്തുന്നത്. എന്തായാലും ഇവിടെ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയ സാഹചര്യത്തിൽ 2016 കേസിലേക്ക് കൂടി പോലീസ് പോകും. അതായത് കട്ടപ്പനയിലെ മറ്റൊരു വീട്ടിൽ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കും ഇന്ന് തന്നെ പരിശോധന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത് ഈ ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹത്തിന്റെ സംശയമാണ് ഈ കൊലപാതകത്തിന്റെ ഈ 2 കൊലപാതകങ്ങളിലേക്ക് അല്ലെങ്കിൽ 2 കൊലപാതകം നടന്നു എന്നുള്ള സംശയം പോലും ഉണ്ടാകുന്നത്. പിന്നീടാണ് ഇത് വിശദമായി അന്വേഷണം നടത്തുകയും ഇതിന്റെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കട്ടപ്പന SI സുനേഖാണ് ഈ കേസിന്റെ നിർണായക വഴിത്തിരിവായ കണ്ടെത്തലുകൾ പുറത്ത് കൊണ്ടുവന്നതെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി നടക്കാനുള്ളത് ഈ കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള ഇവർ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിലെ പരിശോധനയാണ്. ആ വീടിനോട് ചേർന്നുള്ള പശു തൊഴുത്തിലാണ് ഈ മൃതദേഹാവശിഷ്ടം, ആ നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഈ മൃതദേഹാവശിഷ്ടം കിട്ടുമോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. കാരണം ജനിച്ച് 4 ദിവസം മാത്രമായ കുഞ്ഞിനെയാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം അതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ പോലീസ് പരിശോധന എന്തായാലും ഇന്ന് തന്നെ നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ, അതേപോലെ തന്നെ ഈ ഇന്നലെ നിതീഷ് നൽകിയ മൊഴിയും ഇന്ന് കണ്ടെടുത്തിട്ടുള്ള മൃതദേഹാവശിഷ്ടങ്ങളും സാധൂകരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഈ 2 കൊലപാതകവും ചെയ്തിരിക്കുന്നത് നിതീഷ് തന്നെയാണെന്ന് പോലീസ് ഇന്നലെ തന്നെ മൊഴി എടുത്തിരുന്നു. അത് കുറ്റസമ്മതം നടത്തുകയും ചെയ്തതാണ്. ഇതിൽ ഒന്നാമത്തെ കേസ് 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയ, അതായത് കൊല്ലപ്പെട്ട വിജയനും പ്രതിയാണ് എന്നുള്ളതാണ്. അതായത് വിജയന്റെ മകളും അതുപോലെ തന്നെ നിതീഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അങ്ങനെ ഒരു കുട്ടി ജനിക്കുന്നു. അതിനുശേഷം ആ കുട്ടി ജനിച്ച വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനക്കേട് ഭയന്ന് കുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് FIR-ലടക്കം സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന്റെ സമയം കുട്ടിയുടെ കാലിൽ പിടിച്ചിരുന്നത് ഈ വിജയൻ എന്ന് പറയുന്ന ആളാണ്. കുട്ടിയെ തുണി കൊണ്ട് മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് നിതീഷാണെന്നും പറയുന്നു. അതിനുശേഷം കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത് ഈ
വിജയന്റെ മകൻ തന്നെയായിട്ടുള്ള നിതീഷിന്റെ കൂട്ടാളിയായിട്ടുള്ള വിഷ്ണുവാണ്. അയാൾ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ മറ്റൊരു മോഷണ കേസിനിടെ പരിക്കുപറ്റി ചികിത്സയിലുമാണ്. 2023 വിജയന്റെ കൊലപാതകം നടക്കുന്നത്. ഈ വിജയന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ചില വാക്ക് തർക്കങ്ങളാണ്. ആഗസ്റ്റ് മാസം ഒരു ദിവസം വീട്ടിലെത്തുകയും വാക്കുതർക്കം കലശലാവുകയും അതിനുശേഷം ഈ വിജയന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിച്ച് തറയിലിട്ട് ചുറ്റിയ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരവും. അതിനിടയിൽ ഈ നിതീഷ് പോലീസിനോട് മറ്റൊരു വിവരം കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് അത് അത്ര വിശ്വാസയോഗ്യമായ മൊഴിയെന്ന് കണക്കാക്കുന്നില്ല. കാരണം ഈ വിജയനെ കൊലപ്പെടുത്തിയത് വിജയന്റെ ഭാര്യയ്ക്കും മകൾക്കും അറിയില്ലായിരുന്നു എന്നുള്ളൊരു മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല പോലീസ്. വിജയന്റെ ഭാര്യയെ വിജയനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് 3-ാം പ്രതിയാക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയന്റെ ഭാര്യ മകളും അറിയാതെ ഈ കുഴിയെടുത്ത് ഒരു കാരണവശാലും ഇവിടെ മൃതദേഹം മറവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പോലീസ്. എന്തായാലും ഈ പ്രതിപട്ടികയിൽ ഇടം പിടിച്ചത് കൊണ്ട് തന്നെ വിജയന്റെ ഭാര്യ സുമയെയും കസ്റ്റഡിയിൽ ഉടൻ തന്നെ എടുക്കും, കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ള വിവരവും അറിയുന്നുണ്ട്. നിലവിൽ ഈ മകൾ മാത്രമാണ് ഈ പ്രതിപട്ടികയിലൊന്നും ഉൾപ്പെടാത്തതുള്ളത്. ഇത് ചില മന്ത്രവാദവും അല്ലെങ്കിൽ പൂജകളുമായി ബന്ധപ്പെട്ടുള്ള അടുപ്പമാണ് നിതീഷിന് ഈ വിജയന്റെ കുടുംബവുമായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ള സൂചന കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആദ്യഘട്ടത്തിൽ ഇതൊരു മന്ത്രവാദവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ദുരാചാരവുമായി ബന്ധപ്പെട്ട കൊലപാതകമാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. അത് വിജയന്റെ കാര്യത്തിലല്ല എന്ന് ഏറെക്കുറെ പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 2016 നവജാത ശിശുവിന്റെ കൊലപാതകം, അതിൽ പോലീസ് ഇപ്പോഴും ഒരു പൂർണ്ണമായിട്ടും അതൊരു ദുരാചാര കൊലയല്ല അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നടന്ന കൊലയല്ല എന്ന് പൂർണ്ണമായിട്ടും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ഇനി അത് വിശദമായ ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിലും മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് ഇതിനിടയിൽ ചില ആളുകൾ, ചില ബന്ധുക്കളും അതുപോലെ തന്നെ ഈ മകളോട് ചോദിച്ചപ്പോൾ ഉൾപ്പെടെ ഈ നവജാത ശിശുവിനെ ഗന്ധർവന് കൊടുക്കാൻ വേണ്ടി ബലി നൽകി എന്നതടക്കമുള്ളൊരു മൊഴി പോലെ കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇനിയുള്ള അന്വേഷണത്തിലെ ആ കാര്യങ്ങൾ കൂടിയും വ്യക്തത വരികയുള്ളൂ. ശരി. ഇടുക്കി കാഞ്ചിയാറിലെ ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിയുകയാണ്. വീടിന്റെ തറ കുഴിച്ചുള്ള പരിശോധനയിൽ വിജയന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇനി നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾക്കായുള്ള പരിശോധന, അതിനുള്ള നടപടികൾ സ്വീകരിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ മഹാറാലിയിൽ മമതാ ബാനർജിയാണ് പട്ടിക പ്രഖ്യാപിച്ചത്. ക്രിക്കറ്റ് താരം യൂസുഫ് പഠാൻ ബഹ്റാംപൂരിൽ കോൺഗ്രസിന്റെ അധീർ രഞ്ജൻ ചൌധരിക്കെതിരെ മത്സരിക്കും. കൃഷ്ണനഗറിൽ മഹുവ മൊയ്ത്രയും അസൻസോളിൽ ശത്രുഘ്ൻ സിൻഹയുമാണ് സ്ഥാനാർത്ഥികൾ. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയാണ് ഇത്തവണയും ഡയമണ്ട് ഹാർബറിലെ സ്ഥാനാർത്ഥി. വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ക്രിക്കറ്റ് താരങ്ങൾ അടക്കമുള്ളവരുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ്. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? പ്രമുഖ സ്ഥാനാർത്ഥികൾ അവരുടേതായ മണ്ഡലത്തിൽ തന്നെയാണല്ലോ വീണ്ടും മത്സരിക്കുന്നത്. നുസ്രത് ജഹാന്റെ കാര്യം ഈ കൂട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. നുസ്രത് ജഹാന് സീറ്റ് നൽകിയിട്ടില്ല. ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പട്ടിക തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ 42 സീറ്റുകളിലും തങ്ങൾ തന്നെ മത്സരിക്കും, തങ്ങൾക്ക് വിജയം അനിവാര്യമാണ് എന്ന് അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നതാണ്. അലിപ്പൂർ ദ്വാറിൽ പ്രകാശ് ബൈറക്, അസൻസോളിൽ ശത്രുഘ്ൻ സിൻഹ, ബരംപൂരിൽ യൂസഫ് പത്താൻ, ഒപ്പം ബസീർഘട്ടില് ഹാജി നുസ്രത്ത് ഇസ്ലാം, ബിർബഹാമില് സത്യേന്ദ്ര റോയ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കീർത്തി ആസാദ് അടക്കമുള്ള വളരെ നീണ്ട ഒരു പട്ടികയാണ് ഇന്ന് തൃണമൂൽ കോൺഗ്രസിന് പ്രഖ്യാപിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ചില പേരുകൾ നോക്കുകയാണെങ്കിൽ സയൂനി ഘോഷ് അടക്കമുള്ള പേര് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവർ ജാദവ്പൂരിൽ നിന്നായിരിക്കും മത്സരിക്കുന്നത്. നിർമ്മൽ ചന്ദ്ര റോയ് ജയ്പാൽ പുരിയിൽ നിന്നായിരിക്കും അദ്ദേഹം മത്സരിക്കുന്നത്. നേരത്തെ ക്രിസ്ത്യൻ സൂചിപ്പിച്ചതുപോലെ ഡയമണ്ട് ഹാർബറിൽ നിന്ന് അഭിഷേക് ബാനർജി ജനവിധി തേടുന്നു വീണ്ടും എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ഈ പ്രഖ്യാപനം, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ മറ്റു പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഉൾപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു നിലപാട് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വിജയം, ഏറ്റവും മികച്ച വിജയം നേടുക എന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മമതാ ബാനർജിയുടെ നിർദ്ദേശമനുസരിച്ച് അഭിഷേക് ബാനർജിയാണ് ഈ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച്, ബ്രിഗേഡ് പരേഡിൽ വെച്ച് ഈ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് ഈ മാസം 15-ന് പാലക്കാടും 17-ന് പത്തനംതിട്ടയിലും എത്തും. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ വീണ്ടുമുള്ള ഒരു വരവ് ഏത് രീതിയിലായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രചാരണം? പ്രത്യേകിച്ച് ഈ പത്തനംതിട്ടയൊക്കെ ഒരു പ്രസ്റ്റീജിയസ് സീറ്റായി കണക്കാക്കിക്കൊണ്ട് അനിൽ ആന്റണിക്ക് വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് പ്രചാരണത്തിനെത്തുന്നു എന്ന ഒരു പ്രതീതി ഉളവാക്കുകയല്ലേ ലക്ഷ്യം? ക്രിസ്റ്റിന, ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെന്നുള്ളതാണ് BJP ദേശീയ നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അതിനു മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ BJP കേരളത്തിൽ ആരംഭിച്ചതാണ്. വിവിധ കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം, മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ആ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഇടപെടൽ, അത് കേന്ദ്രമന്ത്രിമാർക്ക് ചാർജ് നൽകിക്കൊണ്ട് BJP ദേശീയ നേതൃത്വം നടത്തി വന്നൊരു പരിപാടിയാണ്. പ്രധാനമന്ത്രി ഈ വർഷം തന്നെ നിലവിൽ 3 തവണ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ 2 തവണ അദ്ദേഹം എത്തി. വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഒപ്പം ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലും അദ്ദേഹം എത്തി. മറൈൻ ഡ്രൈവിൽ അദ്ദേഹം BJPയിലെ ഭാരവാഹികളുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ്. അതിനു പിന്നാലെ കേരള പദയാത്ര സമാപന വേദിയിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് നമ്മൾ കണ്ടതാണ്. ഈ മണ്ഡലങ്ങളുടെ കാര്യം ഒന്ന് എടുത്തു പരിശോധിക്കുക. തിരുവനന്തപുരം, ഒപ്പം തൃശ്ശൂർ, പാലക്കാട്, പത്തനംതിട്ട, ഈ മണ്ഡലങ്ങളെല്ലാം BJP വിജയപ്രതീക്ഷ വയ്ക്കുന്ന BJPയുടെ A+ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ തന്നെ മോദി പ്രചാരണത്തിന് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15, 16, 17 തീയതികളിൽ അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് പ്രചരണത്തിനെത്തുന്നു. അതിൽ 15-ാം തീയതി പാലക്കാടായിരിക്കും നരേന്ദ്രമോദി എത്തുക. 15-ാം തീയതി പാലക്കാട് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ടായിരിക്കും. C. കൃഷ്ണകുമാറിന് വേണ്ടി അദ്ദേഹം പ്രചാരണത്തിൽ ഇറങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 16-ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പ്രചാരണത്തിന് മടങ്ങും. തിരിച്ച് 17-ന് വീണ്ടും കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി പത്തനംതിട്ടയിലായിരിക്കും എത്തുക. പത്തനംതിട്ടയിൽ പൊതുയോഗത്തിൽ, അനിൽ ആന്റണിക്ക് വേണ്ടിയുള്ള പൊതുയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിലേറ്റവും പ്രധാനം 13-നോ 14-നോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ആദ്യം പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് കേരളത്തിലാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ രാഷ്ട്രീയവും അതുതന്നെയാണ്. എന്താണെങ്കിലും പത്തനംതിട്ടയും മോദി അല്ലെങ്കിൽ BJP അവരുടെ ശക്തി മണ്ഡലമായി കരുതുന്നൊരു മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം. അവിടെ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ മോദിയുടെ വരവിലൂടെ സാധിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. ഒപ്പം പാലക്കാട് മണ്ഡലത്തിലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് കരുതുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ അത് അന്തിമമായിട്ടില്ല, ഒരു പക്ഷേ അദ്ദേഹം പത്തനംതിട്ടയിൽ എത്തുന്ന നരേന്ദ്രമോദി ശബരിമലയിൽ എത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്ലാൻ ചാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ കഴിയുക. എന്താണെങ്കിലും BJP ഇത്തവണ ഇവിടെ അക്കൗണ്ട് തുറക്കുമെന്ന് ദേശീയ നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. അതിന് പ്രധാനമന്ത്രിയെ നേരിട്ടിറക്കിയുള്ള പ്രചാരണത്തിനാണ് അവർ കോപ്പ് കൂട്ടുന്നത്. കൃഷ്ണ, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശത്തിന് ഇടനില നിന്നത് ലോക്നാഥ് ബെഹ്റ എന്ന് ആവർത്തിച്ച് KPCC പ്രസിഡന്റ് K. സുധാകരൻ. എന്നാൽ ഇതിന്റെ തെളിവ് തന്റെ കൈവശമില്ല. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല. BJPയിലേക്ക് താൻ പോകണമെന്നത് പിണറായി വിജയന്റെ ആഗ്രഹം മാത്രം. കണ്ണൂരിൽ MV ജയരാജൻ തനിക്ക് പറ്റിയ എതിരാളിയല്ലെന്നും K. സുധാകരൻ പറഞ്ഞു. ഈ വ്യായാമം മുടക്കാതെയാണ് തെരഞ്ഞെടുപ്പിന്റെ വേളയിലും. വ്യായാമം മുടക്കുന്നത് ശരിയല്ല. വ്യായാമം എടുക്കുന്ന ആളുകൾക്കറിയാം, അത് ആവശ്യത്തിൽ എല്ലാ ദിവസവും ഒരു ചെറിയ സമയമെങ്കിലും അത് കളിക്കണം. ഈ ലാസ്റ്റ് മിനിറ്റിൽ പട്ടികയിലെ മാറ്റം വരുത്തൽ, അത് യഥാർത്ഥത്തിൽ ഈ പത്മജയുടെ പോക്കിനെ, ആ നീക്കത്തെ പ്രതിരോധിക്കാനായിരുന്നു. രാഷ്ട്രീയ രഹസ്യമാണ്. അതൊന്നും ഇങ്ങനെ നിങ്ങളോട് ചാനലുകാരോട് പറയേണ്ടുന്ന കാര്യമല്ല. ലോകനാഥ് ബെഹ്റയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു BJPയിലേക്ക് പത്മജയെ എത്തിച്ചത് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണത്തിന് കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താ വസ്തുത? എനിക്കതിനെക്കുറിച്ച് കറക്റ്റായി അറിയില്ല. അങ്ങനെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്. ഞാനത് സതീശനുമായിട്ട് സംസാരിച്ചിരുന്നു. സതീശനും ഇതേ അഭിപ്രായമാണ്. പക്ഷേ അതിൻ്റെ രേഖകളും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനതൊരു ആരോപണമായിട്ട് ഉന്നയിക്കാനും നിൽക്കാനില്ല. പക്ഷേ സംഭവത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. BJP പ്രാവശ്യവും അക്കൗണ്ട് തുറക്കില്ല, ഒരിക്കലും തുറക്കില്ല. ഒരാളെ ജയിപ്പിക്കാൻ കേരളത്തിൽ BJPക്ക് സാധിക്കില്ല. ചലഞ്ച്. ഇത്രയും കോൺഫിഡൻസ്? അത്രയും ഫുള്ളി കോൺഫിഡൻസ് അബൌട്ട് ഇറ്റ്. ഐ ആം KPCC president. I know every political atmosphere as far as Kerala is concerned. ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആവശ്യമെങ്കിൽ തെളിവ് ഹാജരാക്കും. പിണറായി വിജയനും സംഘപരിവാറിനും ഇടയിലെ ഇടനിലക്കാരനാണ് ബെഹ്റയെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങളുടെ തെളിവുകളുണ്ട്, ഇവര് നിഷേധിക്കട്ടെ, അല്ലെന്ന് പറയട്ടെ. ഞങ്ങളുടെ തെളിവുകളുണ്ട്. ബെഹ്റ നിശ്ചയിച്ച് ഞങ്ങൾ ആ തെളിവുകൾ ഹാജരാക്കാം. അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ CPM പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും തമ്മിലുള്ള ഇടനിലക്കാരനാണ് പല കാര്യങ്ങൾക്ക്. ഇപ്പോഴും പിണറായി വിജയന്റെ അനുമതിയോടുകൂടിയാണ്
പത്മജ വേണുഗോപാൽ BJP ചേരാനുള്ള എല്ലാ മിഡിൽമെൻ വർക്കും അദ്ദേഹം ചെയ്തത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇല്ല ഇതിന് വെറുതെ റോട്ടിലിരിക്കുന്ന ഒരാളെ കുറിച്ച് തൂണിച്ചാരിയിരിക്കുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾ ആക്ഷേപം പറയേണ്ട ആവശ്യമുണ്ടോ? ലോക്നാഥ് ബെഹ്റയെ വെറുതെ ആകാശത്ത് നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നല്ലോ. ലോക്നാഥ് ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട്. അത് പിണറായി വിജയന്റെ അറിവോടുകൂടി ചെയ്താണ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടമാണ് ചേരുന്നത്. ദീപക്, ഒന്ന് തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തികഞ്ഞ ആത്മവിശ്വാസം കെ സുധാകരൻ പ്രഖ്യാപിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് കൊണ്ടുപോയ വിഷയത്തിൽ ലോക്നാഥ് ബെഹ്റയാണ് ഇടനില നിന്നതെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. പക്ഷെ ആവർത്തിക്കുമ്പോഴും തന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവില്ല എന്ന് പറയുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറയുന്നു, പിണറായി വിജയനും സംഘപരിവാറിനും ഇടയിലെ ഇടനിലക്കാരനാണ് ബെഹ്റ, ഇതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നേതാക്കൾ 24-മായി ഇന്ന് പങ്കുവച്ചത്? UDF-മായി ക്രിസ്റ്റിന ലോക്നാഥ് ബെഹ്റയ്ക്കെതിരായ ആരോപണം ഇന്ന് വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകരനും. വിശദാംശങ്ങളുമായി ചേരുന്നത് ദീപക് ധർമ്മടമാണ്. ദീപക്, തുടരാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കെ സുധാകരൻ വലിയ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. 2020 ആണ് ലക്ഷ്യം എന്ന് നമ്മുടെ കൊച്ചു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം BJPയുടെ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ള കെ മുരളീധരനെ അവിടത്തേക്ക് മാറ്റുമ്പോഴേക്കും രാഷ്ട്രീയ ചിത്രം മാറി എന്നുള്ളത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് പത്മജയെ BJP ക്യാമ്പിൽ എത്തിച്ചത് ലോക്നാഥ് ബെഹ്റയാണ് എന്ന് VD സതീശന്റെ ആരോപണം ഉണ്ടായിരുന്നു. ഈ ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ VD സതീശൻ ഇന്നും ആ ആരോപണം ആവർത്തിക്കുന്നു, തെളിവുണ്ടെന്ന് പറയുന്നു. പക്ഷേ കെ സുധാകരൻ അത്തരത്തിൽ തെളിവില്ല, തന്റെ കയ്യിൽ തെളിവില്ല, രേഖകളില്ല, താൻ സതീശനുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഇങ്ങനെയൊരു സംസാരമുണ്ടെന്നും അതുകൊണ്ട് താൻ ഒരു ആരോപണമായി അത് ഉന്നയിക്കുന്നില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. അതായത് ലോക്നാഥ് ബെഹ്റയുടെ പങ്കാളിത്തത്തിൽ അവ്യക്തത കോൺഗ്രസ് നേതൃതലത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന വിധത്തിലായിരുന്നു ഇന്ന് കെ സുധാകരൻ നമ്മളോട് സംസാരിച്ചത്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ BJP താനോ മറ്റൊരു കോൺഗ്രസ് നേതാവോ ഇനി കോൺഗ്രസ് വിട്ടതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ആവശ്യമുണ്ട്. വലിയ കോൺഫിഡൻസ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ അമ്പരന്ന ദേശീയ രാഷ്ട്രീയം. അപ്രതീക്ഷിത രാജി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ഒരുക്കങ്ങൾക്കിടെ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് രാജിയെന്നാണ് വിവരം. വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു. BJP ടിക്കറ്റിൽ മത്സരിക്കാനാണോ രാജിയെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ചോദിച്ചു. പുതിയ അംഗങ്ങളെ തീരുമാനിക്കാനുള്ള സമിതി യോഗം അടുത്തയാഴ്ച ചേരും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് രാധാകൃഷ്ണനാണ്. ആർക്കെ, ഈ രാജിയുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളുണ്ട്, പക്ഷേ കൃത്യമായ ഒരു വിവരം ഇപ്പോൾ ലഭ്യമാണോ? എന്താണ് അതിന്റെ കാരണം എന്നതിന്? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഊഹാപോഹങ്ങൾ മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ട് ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് രാജിയിൽ കലാശിച്ചത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രാജി ഒഴിവാക്കാനായിട്ട് നടന്ന ശ്രമങ്ങളൊന്നും ഫലിച്ചില്ല. തുടർന്നാണ് ഈ രാജി തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ ആഴ്ച തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നു. ശനിയാഴ്ചയ്ക്ക് മുമ്പ് പ്രഖ്യാപനം സാധ്യമാകുന്ന വിധത്തിൽ മറ്റൊരുക്കങ്ങൾ നടത്തുക എന്നുള്ള നടപടികളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നാളെ അടക്കമുള്ള ദിവസങ്ങൾ ജമ്മുകാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് നടത്തേണ്ടിയിരിക്കുന്ന സന്ദർശനം അത് കമ്മീഷണറുടെ അസാന്നിധ്യത്തിലും ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടെയാണ് ഈ 2 കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമിതിയുടെ യോഗം, പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ യോഗം ഈ ആഴ്ച തന്നെ ഉണ്ടാകും എന്ന വിവരങ്ങളും പുറത്തു വരുന്നത്. 2 പുതിയ കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരിക്കും ആ അജണ്ടയുടെ ഭാഗമായിട്ടുണ്ടാകുന്നത്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്തെ ജനാധിപത്യത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നടക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹി കേശവപൂരിലെ കുഴൽക്കിണറിൽ വീണയാൾ മരിച്ചതായി സ്ഥിരീകരണം വന്നിട്ടുണ്ട്. മൃതദേഹം പുറത്തെടുത്തു. മോഷണ ശ്രമത്തിനോ അതല്ലെങ്കിൽ മോഷണത്തിനായി വരുമ്പോഴോ കുഴൽക്കിണറിൽ വീണതായിരിക്കും എന്നാണ് സൂചന വന്നിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം ഇപ്പോൾ വിഫലമായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആർ അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, മൃതദേഹം പുറത്തെടുത്തു, ഇത് ആരാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ആ രീതിയിലുള്ള പരിശോധനകളാണോ പുരോഗമിക്കുന്നത്?
തീർച്ചയായിട്ടും കൃഷ്ണ, ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഈ കേശവപൂരിനടുത്തുള്ള ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമീപമുള്ള കുഴൽക്കിണറിൽ ഒരാൾ വീണതായുള്ള വിവരം ലഭിക്കുന്നത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും NDRF-ഉം ചേർന്നായിരുന്നു ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. പക്ഷേ അത് വിഫലമായിരിക്കുകയാണ്. ഈ കുഴൽക്കിണറിൽ വീണയാൾ മരിച്ചതായാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 30 വയസ്സിനടുത്ത പ്രായമുള്ളയാളാണെന്ന് എന്നുള്ളതാണ് നിലവിലെ നിഗമനം. ഈ മോഷണത്തിന് ശേഷമോ മോഷണത്തിന് വരുമ്പോഴോ കുഴൽക്കിണറിൽ വീണതായിരിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കാരണം ഇതൊരു ചെറിയ മുറിക്കുള്ളിലായിരുന്നു ഈ കുഴൽക്കിണർ ഉണ്ടായിരുന്നത്. അതിന്റെ പൂട്ട് തകർത്തായിരുന്നു അകത്ത് കയറിയതെന്ന് മന്ത്രി അതിഷി തന്നെ ഇത് വ്യക്തമാക്കിയതാണ്. ഒപ്പം തന്നെ മറ്റ് നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൊണ്ടിട്ടുണ്ട്. മരിച്ചയാളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ തുടരുന്നത്. ഇതിനിടയിൽ തന്നെ ഈ സംഭവത്തിൽ സമയബന്ധിതമായ ഒരു അന്വേഷണം നടത്താനും ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ട് ഡൽഹി മന്ത്രി അതിഷി ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 3 മണിയോടുകൂടിയായിരുന്നു ഈ മൃതദേഹം പുറത്തെടുത്തത്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് ഈ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ. വർക്കലയിൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചതെന്ന് വിവരാവകാശ കമ്മീഷന്റെ രേഖ. തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിച്ചില്ല, കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന് അനുമതിയും വാങ്ങിയിട്ടില്ലെന്നും രേഖയിൽ പറയുന്നു. അപകടത്തിൽ ടൂറിസം ഡയറക്ടർ PB നൂഹ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നടപടിയെടുക്കുമെന്ന് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. അത് പൊതുവെ എല്ലായിടത്തും പരിശോധനകൾ നടത്തണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള വിവരം നേരത്തെ കൊടുത്താണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും. വിവരങ്ങളുമായി ഹരികൃഷ്ണനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ വന്നല്ലോ. ടൂറിസം ഡയറക്ടറുടെ ഒരു റിപ്പോർട്ട് വരാനിരിക്കുന്നുണ്ട്. എന്നാൽ വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുന്നു, അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പരാതിക്കാരൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതാണ്, ഈ മുന്നറിയിപ്പുകളൊന്നും കൃത്യമായി പാലിച്ചിട്ടില്ല. നഗരസഭാ അധികൃതരുടെ ചില പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. കൃഷ്ണ, ഈ വർക്കലയിലെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. അതായത് ഈ പരാതിക്കാരൻ, അതായത് ഈ തീരദേശ ഒരു പരിസ്ഥിതി പ്രവർത്തകനായ ഈ ലയോള കോളേജിലെ അധ്യാപകൻ കൂടിയായ സഞ്ജീവ് എസ് ആണ് ഇതേപോലെ ഈ രീതിയിലൊരു പരാതി നേരത്തെ നൽകിയിരുന്നത്. അതേ സംബന്ധിച്ച് അദ്ദേഹം വിവരാവകാശ രേഖ കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മറുപടിയിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾക്കൊന്നും ഈ വർക്കല ബീച്ചിൽ അനുമതിയില്ല എന്നുള്ളൊരു രേഖ പുറത്തു വരുന്നത്. അതേപോലെ തന്നെ ഈ കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതിയും ഇതിൽ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. ഈ താൽക്കാലിക നിർമ്മിതി ആയതുകൊണ്ടാണ് ഇതിലൊന്നും ഇത്തരത്തിൽ അനുമതിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് അതിൽ വ്യക്തമായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ സംഭവത്തിൽ ഏതായാലും ഈ ടൂറിസം ഡയറക്ടർ PB നൂഹിനോട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഒരു വിശദീകരണം, അതായത് ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി നടപടിയെടുക്കുക എന്നുള്ളതാണ് മന്ത്രി തന്നെയും പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ കടൽ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട്, കടലിനുള്ളിൽ തന്നെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ പല ജില്ലകളിലും, ഇപ്പോൾ ആക്കുളത്ത് അടക്കമുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ പെട്ടവരിൽ 4 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും അവർ ആശുപത്രിയിൽ തുടരുകയാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വർക്കല മുനിസിപ്പാലിറ്റി ചെയർമാൻ പറയുന്ന കാര്യം, ഈ സംഭവത്തിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നഗരസഭയ്ക്ക് NOC നൽകേണ്ട കാര്യമില്ല, സ്വകാര്യ ഏജൻസിക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം. ഈ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. അത് ഈ സ്വകാര്യ ഏജൻസിയാണ് അതിന്റെ നടത്തിപ്പും മറ്റു കാര്യങ്ങളും. അതൊരു താൽക്കാലിക നിർമ്മാണം തന്നെയാണ്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കും അതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല എന്നാണ് ചെയർമാനും അടക്കം പറയുന്നത്. പക്ഷേ ഇനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിക്കണമെങ്കിൽ ഇത്തരത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതിൽ മാത്രമേ പ്രവർത്തിക്കാനാകൂ എന്നുള്ള രീതിയിൽ ചെയർമാനും നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇതിനോടൊപ്പം ഉണ്ട്. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഹരികൃഷ്ണനാണ്. സർവകലാശാല യുവജനോത്സവത്തിനിടെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് KSU നടത്തിയ പ്രതിഷേധത്തിനിടെ അസാധാരണ സംഭവങ്ങൾ. പ്രധാന വേദിയിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. മനഃപൂർവ്വം യുവജനോത്സവം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമെന്നാണ് SFIയുടെ വിശദീകരണം. വിവരങ്ങളുമായി ചേരുന്നത് അഖിൽ ഷായാണ് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, KSU
ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? അതിന് മറുപടി അല്ലെങ്കിൽ വിശദീകരണം എന്ന രീതിയിൽ SFIയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, KSU ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായുള്ള അവരുടെ ആരോപണം എന്ന് പറയുന്നത് ഈ കേരള സർവകലാശാല യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് യുവജനോത്സവം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ കഴിഞ്ഞ ദിവസം വരെ ഈ KSU പ്രവർത്തകരെ, KSU നേതാക്കളെ ഉൾപ്പെടെ ഈ SFI പ്രവർത്തകരും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടക സമിതിയിലുള്ളവരുൾപ്പെടെ മർദ്ദിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് KSU മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ ഇവർ ഈ കലോത്സവം നടക്കുന്ന പ്രധാന വേദിയായ സെനറ്റ് ഹാളിലേക്ക് എത്തുകയും വലിയൊരു പ്രതിഷേധം അവിടെ കാഴ്ചവെക്കുകയും ചെയ്തു. പിന്നാലെ അത് വലിയ സംഘർഷത്തിലേക്ക് മാറുകയും പോലീസ് അതിൽ ഇടപെടുകയും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അവർ ഏറ്റവും പ്രധാനമായും KSU പ്രവർത്തകർ ഉന്നയിക്കുന്നത് അവർക്ക് കലോത്സവത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ കലോത്സവം കൃത്യമായി കാണാനോ പങ്കെടുക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവുന്നില്ല, അവർക്ക് അവിടെ പലപ്പോഴും പ്രവേശനമില്ലാതെയാകുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ KSU പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ സംഘർഷത്തെ തുടർന്ന് പോലീസ് ഈ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത്. മറിച്ച് ഈ SFI പ്രവർത്തകരുടെ ആരോപണം എന്ന് പറയുന്നത് അത്തരത്തിൽ ഇവരെ മർദ്ദിക്കുന്ന ഒരു സമീപനമൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളും പറയുന്നത്. എന്തായാലും SFI ഇതിൽ കൃത്യമായ നിലപാട് SFIയും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSU അവരുടെ നിലപാടിലും ഉറച്ചു നിൽക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ നാളെ കൂടി കലോത്സവമുണ്ട്, അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഒരു സംഘർഷത്തിനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട്. എന്തായാലും പോലീസും ഈ കലോത്സവത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ജയസിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് അടച്ച പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസ് നാളെ തുറക്കും. സംഘർഷ സാധ്യത ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. വൈസ് ചാൻസലർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. വിശദാംശങ്ങളും മന്ത്രി ചിഞ്ചുറാണിയുടെ വാക്കുകളിലേക്ക്. സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവിടെ എല്ലാം നമ്മൾ ക്യാമറ വെക്കാനുള്ള സംവിധാനം, സെക്യൂരിറ്റി വെക്കുവാനുള്ള സംവിധാനം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. കോളേജിൽ ഇനി മറ്റൊന്നും ഉണ്ടാകരുത്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ വൈസ് ചാൻസലറെ നിയമിച്ചത് ഗവർണറാണ്. ഞങ്ങൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഗവൺമെൻറ് അറിയാതെ വൈസ് ചാൻസലർ ഡയറക്റ്റായിട്ട് ചെയ്തതാണ്. അതിനകത്ത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരു എതിര് അഭിപ്രായം വന്നത്. പക്ഷേ ആ വൈസ് ചാൻസലറാണ് ബാക്കിയുള്ള നടപടികൾക്ക് ഇനി നേതൃത്വം കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ ഡീനെ നമ്മൾ സസ്പെൻഡ് ചെയ്തു. ഡീനെന്ന് പറയുന്നത് ഹോസ്റ്റലിൻ്റെ വാർഡനാണ്. ആ വാർഡൻ ഗുരുതരമായ തെറ്റ് കാണിച്ചുവെന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ചൂണ്ടിക്കാണിച്ചു. കാരണം മരണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് അശ്വിൻ പാലാഴയാണ്. അശ്വിൻ, ഈ ഒരു മരണത്തെ തുടർന്ന് ക്യാമ്പസിന്റെ സുരക്ഷയെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും വന്നിരുന്നു. ഇപ്പോൾ ക്യാമ്പസ് വീണ്ടും തുറക്കാൻ പോകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്? പ്രത്യേകിച്ച് പല കുട്ടികളും ഈ ഡീനിനെതിരെയും അസിസ്റ്റന്റ് വാർഡനെതിരെയും ഒക്കെ മൊഴി നൽകിയിട്ടുണ്ടല്ലോ. അവർക്ക് ഇനിയും അവിടെ സമാധാനമായും സുരക്ഷിതമായും തുടർന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ്, ക്രമീകരണങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്? ക്രിസ്റ്റ്യൻ, എന്തായാലും സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് ശേഷം നാളെയാണ് വീണ്ടും പൂക്കോട് ക്യാമ്പസ് തുറന്ന് പ്രവർത്തിക്കുന്നത്. നാളെ മുതൽ തുടർച്ചയായി തുറന്ന് പ്രവർത്തിക്കാനിരിക്കുകയാണ്. എന്തായാലും ഒരു പ്രശ്നരഹിതമായ ക്യാമ്പസ് ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യത്തോടെ വിപുലമായ ഒരുക്കങ്ങളാണ് സർക്കാർ നേതൃത്വത്തിൽ തന്നെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടം എന്നോണം കൂടുതൽ CCTV ക്യാമറകൾ ക്യാമ്പസിൽ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കൂട്ടമായി ഇരിക്കുന്നിടങ്ങളിലും ക്ലാസ് റൂമുകളുടെ പരിസരങ്ങളിലുമെല്ലാം ഈ ക്യാമറ പുതുതായി സ്ഥാപിച്ചിട്ടുണ്ട്. അതിനു പുറമെ കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ ക്യാമ്പസിൽ വ്യാപകമായി തന്നെ ജോലിക്ക് സജ്ജരാക്കിയിട്ടുമുണ്ട്. ഇതടക്കം സുരക്ഷാ നടപടികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പഴുതടച്ച ക്രമീകരണങ്ങളാണ് ക്യാമ്പസിൽ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളതാണ് മന്ത്രി അടക്കം പറയുന്നത്. അതിനുള്ള വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഒപ്പം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തുറന്നു പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗുകൾ അവസാനിച്ചിട്ടുണ്ട്. അതിൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുമുണ്ട്. സർവകലാശാല വൈസ് ചാൻസലറോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. എന്തായാലും നാളെ വീണ്ടും തുറന്നു പ്രവർത്തിക്കുമ്പോൾ ഏത് തരത്തിൽ ക്യാമ്പസിലെ സാഹചര്യം മുന്നോട്ട് പോകും എന്നുള്ളടക്കം വളരെ ശ്രദ്ധാകേന്ദ്രമാണ്. കാരണം ഒരു കൊലപാതകം ഉണ്ടാകുന്നു, അതിന്റെ പിന്നീടുണ്ടായ സംഭവവികാസങ്ങളെല്ലാം വലിയ ചർച്ചയായി. എന്തായാലും ആ ക്യാമ്പസ് നാളെ തുറന്നു പ്രവർത്തിക്കുന്നത് ശ്രദ്ധാകേന്ദ്രം തന്നെയാണ്. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴി. സംസ്ഥാനത്ത് താപനില ഉയരാൻ സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, സംസ്ഥാനത്ത് ചൂട് കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. 7 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? സംസ്ഥാനത്ത് താപനില ഉയരാൻ സാധ്യതയെന്ന കാലാവസ്ഥാ പ്രവചനം വരുന്നുണ്ട്. 7 ജില്ലകളിൽ
യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. രാവിലത്തെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂട് വലിയ തോതിൽ കൂടാനുള്ള ഒരു സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ 38 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത് വലിയ ചൂടായിരിക്കും വരുന്ന ദിവസങ്ങളിലെന്ന് മുന്നറിയിപ്പ് തന്നെയല്ലേ നൽകുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? കൃഷ്ണ, തീർച്ചയായും പൊള്ളുന്ന ചൂട്, അത് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും പൊള്ളുന്ന ചൂട് അനുഭവപ്പെടും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 8 ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂരിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ ചൂട് കൂടിയേക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഉയർന്ന താപനിലയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ അസ്വസ്ഥതയും ചൂടുള്ള കാലാവസ്ഥയ്ക്ക് പൊതുവിൽ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഈ ഉഷ്ണതരംഗമടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളിൽ ഒന്ന്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് കൂടുതൽ വെള്ളം കുടിക്കണം. ഈ സമയങ്ങളിൽ നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കയ്യിൽ കരുതുകയും അത് കുടിക്കുകയും വേണം. പരമാവധി പകൽ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം. മാത്രമല്ല, തീപിടുത്തത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ കർശനമായ ജാഗ്രത വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ മറ്റുമൊക്കെ തുടരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത പ്രവചിക്കുന്നുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം സാധാരണ നേരിയ വേനൽ മഴയ്ക്ക് ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് കൂടി സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ആക്രമണം ചെറുക്കാൻ സഹകരിച്ച് പ്രവർത്തിക്കാൻ കേരളവും കർണാടകവും തമ്മിൽ ധാരണ. വന്യമൃഗ സംഘർഷ മേഖല അടയാളപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള 4 ചാർട്ടറുകളിൽ ഇരു സംസ്ഥാനങ്ങളും ഒപ്പിട്ടു. വിഷയം ചർച്ച ചെയ്യാൻ ബന്ദിപ്പൂരിൽ ചേർന്ന അന്തർ സംസ്ഥാന യോഗത്തിലാണ് ധാരണയായത്. സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വന്യജീവികളുടെ ആക്രമണം തുടർച്ചയായ പശ്ചാത്തലത്തിലാണ് ഇന്ന് അന്തർ സംസ്ഥാന സമിതിയുടെ യോഗം ചേർന്നിരിക്കുന്നത്. എന്തായാലും 3 സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ കർണാടക വനമന്ത്രി, കേരളത്തിൻ്റെ വനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൻ്റെ ഭാഗമായി. മാത്രമല്ല, മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ യോഗത്തിൽ സംബന്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്തർ സംസ്ഥാന സഹകരണ ചാർട്ടറിൽ കേരളവും കർണാടകവും 2 മന്ത്രിമാരും ഒപ്പ് വച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി 4 ലക്ഷ്യങ്ങളാണ് ഈ യോഗവുമായി ബന്ധപ്പെട്ടുള്ളത്. അത് മനുഷ്യ മൃഗസംഘർഷ മേഖല കൃത്യമായ രീതിയിൽ തന്നെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ മൂല കാരണം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള കണ്ടെത്തൽ വേണം. അതോടൊപ്പം തന്നെ ലഘൂകരണത്തിനുള്ള വഴി തേടുക എന്നുള്ള തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു തീരുമാനം. പ്രശ്നങ്ങളിൽ കാലതാമസം ഒഴിവാക്കുക, അതായത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള കാലതാമസം ഒഴിവാക്കുക. വിഭവ സഹകരണം, വിവരം വേഗത്തിൽ കൈമാറൽ, വിദഗ്ധ സേവനം, ഇത്തരം കാര്യങ്ങൾ കൂടി ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം പ്രധാനമായും ഉയർന്നിട്ടുണ്ട്. അതിൽ തീരുമാനവും ആയിട്ടുണ്ട്. ഒപ്പം തന്നെ വിഭവശേഷി വികസനവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും കാര്യക്ഷമത എന്നിവ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ വേണമെന്നുള്ള ആവശ്യം പൊതുവെ ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പല ഘട്ടങ്ങളിലും കർണാടക വനാതിർത്തിയിൽ റെയിൽ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്ര സഹായം അത് കൃത്യമായ രീതിയിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം കർണാടക വനമന്ത്രിയായിട്ടുള്ള ഈശ്വര ഖാണ്ഡെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ AK ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ 72 വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വേണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത്. 72 വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിക്ക് തമിഴ്നാടും അതോടൊപ്പം തന്നെ കർണാടകവും പിന്തുണ നൽകിയെന്നും വനമന്ത്രി പറയുകയുണ്ടായി. ഈ യോഗം തുടർ പ്രക്രിയയാണ്. നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അത്യാധുനിക യന്ത്രങ്ങളുടെ പ്രദർശനം കൂടി നടന്നിരുന്നു. അതായത് ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മൃഗങ്ങളെ പിടികൂടാനുള്ള കേജിങ്ങിന് വേണ്ടിയുള്ള വസ്തുക്കൾ, അത്തരത്തിലുള്ള സാധനങ്ങളുടെ പ്രദർശനം കൂടി ഇവിടെ നടന്നിരുന്നു. എന്തായാലും തുടർച്ചയായി യോഗം എന്നുള്ളത് തുടർച്ചയായ പ്രക്രിയയാണ് എന്നുള്ളതാണ് വനം മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ബന്ദിപ്പൂരിൽ നിന്നും റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. മുൻ MLA N. വിജയൻ പിള്ളയുടെ സ്മരണാർത്ഥം വ്യവസായ, സാംസ്കാരിക, ആരോഗ്യ മേഖലകളിൽ മികവ് പുലർത്തിയവർക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച സാമൂഹ്യ പ്രവർത്തകയ്ക്കും സംരംഭകയ്ക്കുമുള്ള പുരസ്കാരം 24 മുൻ HR സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബിന്ദു ശിവശങ്കരൻ നായർക്ക് കോവൂർ കുഞ്ഞുമോൻ MLA കൈമാറി. N. വിജയൻ പിള്ളയുടെ 4ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച്
MSN ട്രസ്റ്റ്, MSN IMT എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കും സംരംഭകയ്ക്കുമുള്ള പുരസ്കാരം 24 മുൻ HR സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബിന്ദു ശിവശങ്കരൻ നായർക്ക് കോവൂർ കുഞ്ഞുമോൻ MLA കൈമാറി. എല്ലാ സ്ത്രീകൾക്കും അവരുടെ വീടുകളിൽ നിന്ന് പിന്തുണ ഉണ്ടെങ്കിൽ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, അല്ലെ? ഇത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മത്സരമല്ല, ഒരു കോഎക്സിസ്റ്റൻസ് ആണ്. കുടുംബത്തിനും സമൂഹത്തിനും നാടിനും ലോകത്തിനും വേണ്ടി സ്ത്രീകളും മുൻനിരയിലേക്ക് വരണം, പ്രവർത്തിക്കണം. അവരുടെ കഴിവുകൾ എല്ലാ ദിശകളിലും ഉണ്ടാവണം. ആരോഗ്യ മേഖലയിൽ ഡോക്ടർ P മോഹനൻ നായർക്കാണ് പുരസ്കാരം. വ്യവസായ മേഖലയിൽ പ്രതാപ് നായർ, യുവസംരംഭകൻ J സിറാജുദ്ദീൻ, സാമൂഹിക സാംസ്കാരിക വ്യവസായ മേഖലയിൽ അബ്ദുൾ നാസർ ഹാദി എന്നിവർക്കും പുരസ്കാരങ്ങൾ കൈമാറി. കരുനാഗപ്പള്ളി MLA CR മഹേഷ്, വിജയൻ പിള്ളയുടെ മകനും ചവറ MLAയുമായ ഡോക്ടർ സുജിത് വിജയൻ, MSN ട്രസ്റ്റി N രാജൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. 24 കൊല്ലം.